ഞാൻ ഈ കളവ് പറയാൻ പാടില്ലായിരുന്നു. അതൊരു തെറ്റായി പോയി. ഏട്ടത്തി പറഞ്ഞത് ശരിയാ. ഇതിപ്പോ നമ്മുടെ പിടിവിട്ടുപോയി. ഇനി ഇത് പിടിച്ചു നിർത്താൻ പറ്റില്ല. ഏട്ടനോട് പറയുന്നതിനേക്കാൾ നല്ലത് വെല്ലിച്ചനോട് പറയുന്നതാ. അതാവുമ്പോ വെല്ലിച്ചൻ ക്ഷമയോടെ കേൾക്കും. ഏട്ടനെ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യും. അച്ഛന്റെ കാല് പിടിച്ച് ഞാൻ മാപ്പ് പറയാം. ഈ കള്ളം പറഞ്ഞു പോയതിന് അച്ഛന് എന്നോട് ക്ഷമിക്കാൻ കഴിയും. എന്റെ തെറ്റ് പൊറുക്കാൻ കഴിയും. നന്ദിനി വാ, നമുക്കിപ്പൊ തന്നെ അച്ഛനെ പോയി കാണാം. വാ നന്ദിനി. വെളിച്ചൻ ഡൈനിങ് ടേബിളിൽ തന്നെ ഉണ്ട്. ചെല്ല്, തുടങ്ങിക്കോ, ഞാൻ കൂടെയുണ്ട്. അച്ഛനോട് തന്നെ ആദ്യം എല്ലാം തുറന്നു പറയാം. അച്ഛൻ തരുന്ന എന്ത് ശിക്ഷയും ഞാൻ ഏറ്റുവാങ്ങാം. ഇനി ആരെയും വഞ്ചിക്കാൻ വയ്യ. ഞാനുണ്ട്. അച്ഛാ. സ്വാതി മോളാ, ഞാൻ മോളെ കാണാൻ വേണ്ടി മുകളിലേക്ക് വരാൻ തുടങ്ങുമായിരുന്നു. എന്നെ കാണാനോ? എന്തിനാ അച്ഛാ? ഇത് കണ്ടോ, കുഞ്ഞുവാവയ്ക്കിടാൻ പറ്റിയ കുറെ പേരുകളാ. ഈ കൂട്ടത്തില് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചില ബംഗാളി പേരുകളാ. അതെല്ലാം ഞാനത് എഴുതി വെച്ചിട്ടുണ്ട്. അച്ഛാ, അത് എനിക്ക് മനസ്സിലായി. കുഞ്ഞാണാണോ പെണ്ണാണോ എന്നറിയാതെ എങ്ങനെ പേര് സെലക്ട് ചെയ്യുന്നല്ലേ. അതിനും വഴിയുണ്ട്. നോക്ക്, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പറ്റിയ പേരുകൾ ഞാൻ പ്രത്യേകം എഴുതിയിട്ടുണ്ട്. നോക്കി. ഈശ്വര, ഈ അവസ്ഥയിൽ ഞാൻ അച്ഛനോട് എങ്ങനെ പറയും? ഇത്രയും സന്തോഷത്തിൽ നിൽക്കുന്ന അച്ഛൻ ഇതറിയുമ്പോ തകർന്നു പോവില്ലേ? ഈശ്വര, പെട്ടല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യും? അല്ല നന്ദിനി, നിങ്ങൾ ഇങ്ങനെ പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ നിൽക്കാതെ ഇതിലെ പേരൊക്കെ ഒന്ന് നോക്കി. അതിൽ നിന്ന് നിനക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് പേരുകൾ നീയും സെലക്ട് ചെയ്ത് വെക്കേ. നല്ലതാന്ന് നോക്കിയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. എന്താ? നീലിനോടും പറയണം കുറച്ച് പേരുകൾ കണ്ടുപിടിക്കാൻ. കൊച്ചിന്റെ അച്ഛനും വേണ്ടേ കുറച്ച് ഉത്തരവാദിത്വമൊക്കെ. ഇനിയുണ്ട് പേരുകൾ. നന്ദിനി, നമ്മൾ ഇതെങ്ങനെ ഇപ്പൊ അച്ഛനോട് പറയും? വേണ്ട, ഇപ്പൊ പറയാൻ നിൽക്കണ്ട. നമുക്ക് സാവധാനം പറയാം. മോളെ, ഇതിൽ കുറച്ച് നോർത്ത് ഇന്ത്യൻ പേരുകളാ. എല്ലാം നല്ല ഒന്നാം തരം പേരുകളാ. മോള് നോക്കിയിട്ട്. അല്ല, മോള് പേര് വല്ലതും കണ്ടുവച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് അത് തന്നെ ഇടാം. ഉണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ നിങ്ങൾ രണ്ടുപേരും കൂടെ ഇതിൽ നിന്ന് കുറച്ച് നല്ല പേരുകൾ സെലക്ട് ചെയ്ത് വെക്കുക. സെലക്ട് ചെയ്ത പേരിന്റെ അർത്ഥവും ന്യൂമറോളജിയൊക്കെ നോക്കി വേണം കുഞ്ഞിന് പേരിടാൻ. അതിനൊക്കെ ഇനിയും ധാരാളം സമയമുണ്ടല്ലോ വെല്ലിച്ച. ഇപ്പോഴേ നമുക്ക് ഈ പേരൊക്കെ നോക്കി വെക്കണോ? വേണം മോളെ. ചെയ്യാനുള്ളതൊക്കെ നമ്മൾ നേരത്തെ കാലത്ത് ചെയ്തു വെക്കണം. സമയത്ത് നോക്കിയാലേ ചിലപ്പോ ഒരു പേര് പോലും കിട്ടിയില്ല എന്ന് വരും. പിന്നെ ഇതൊക്കെ ഒന്ന് നോക്കി വെക്കും. ഞാൻ പിടിക്ക്. നമ്മളിനി എന്ത് ചെയ്യും സ്വാതിയെടുത്തി? ഇപ്പോഴീ വിവരം പറഞ്ഞ വെളിച്ചിന് ചിലപ്പോ അറ്റാക്ക് തന്നെ വരും. ആദ്യം നമുക്കിത് ഏട്ടനോട് തന്നെ പറഞ്ഞാലോ? നിന്നോട് ഞാൻ അന്നേ പറഞ്ഞതല്ലേ നന്ദിനി, ഇതൊന്നും വേണ്ടെന്ന്. ഇപ്പൊ രക്ഷപ്പെടാൻ പറ്റാത്തതുപോലെ നമ്മൾ കുരുക്കിനകത്തായില്ലേ? എനിക്ക് ധർമ്മസങ്കടം സഹിക്കാൻ പറ്റുന്നില്ല നന്ദിനി. ഇന്നത്തെ ദിവസം കൊണ്ട് തന്നെ എല്ലാം അവസാനിപ്പിച്ചേ പറ്റൂ. ഏട്ടത്തി, എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഇന്ന് എന്റെ ഏട്ടനോട് പറയും. ചിലപ്പോ എന്നെ തല്ലുമായിരിക്കും. തല്ലുകയോ കൊല്ലുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. ഇനി ഇത് മറച്ചു വെക്കാൻ എനിക്ക് വയ്യ.
ഈ കളി ഒരു മരണക്കളിയായി മാറുന്നതിന് മുൻപ് ഇത് അവസാനിപ്പിച്ചേ പറ്റൂ. ദാ. അപ്പൊ കടുക് താളിക്കൽ ചീറ്റ്. സ്വാതി നന്ദിനിയും കൂടെ നിങ്ങൾ അതിവിദഗ്ധമായിട്ടങ്ങ് പറ്റിച്ചു. ആ നന്ദിനി സ്റ്റീൽ ഗ്ലാസ് എന്തോ കൊണ്ടുവന്ന് കൊടുത്തപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാ. പക്ഷെ അത് പുളിവെള്ളം കൊടുത്ത് സ്വാതിയെ ഛർദ്ദിപ്പിക്കാനായിരുന്നെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത്. പക്ഷെ ഇതുകൊണ്ടൊന്നും സംശയം മാറുന്നില്ലല്ലോ. ഇനി അഥവാ സ്വാതിക്ക് ഗർഭം ഉണ്ടെന്നുണ്ടെങ്കിലോ? അല്ല, ആ ഗ്ലാസ്സിലെ പുളിവെള്ളം സ്വാതി കുടിച്ചു തന്നെയാണെന്ന് ഉറപ്പുണ്ടോ? അതിലെന്താ സംശയം? കടുക് താളിക്കാൻ അമ്മ ചെന്ന് വിളിച്ചപ്പോഴേ അവക്ക് കാര്യം മനസ്സിലായി, ഇത് നമ്മുടെ ട്രാപ്പാണെന്ന്. കടുക് താളിക്കുമ്പോഴേ സ്വാതി ഛർദ്ദിക്കില്ലെന്ന് നന്ദിനിക്ക് നന്നായിട്ടറിയാം. കള്ളത്തരം പൊളിയാതിരിക്കാൻ ഞങ്ങൾക്ക് മുന്നില് അവക്ക് ഛർദ്ദിച്ചേ മതിയാവുമായിരുന്നുള്ളൂ. നന്ദിനി അവളും കൂടി അത് പ്ലാൻ ചെയ്തിട്ട് തന്നെയാ സ്വാതി അടുക്കളയിലേക്ക് വന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, സ്വാതിക്ക് ഗർഭമില്ല. അതെ, നിങ്ങൾക്ക് മാത്രം ഉറപ്പായിട്ട് എന്താ കാര്യമുള്ള? നിങ്ങൾ ഇനി അത് എത്ര ഉച്ചത്തിൽ വിളിച്ച് പറഞ്ഞാലും ശരി, ഈ വീട്ടിൽ ഞാനല്ലാതെ വേറെ ആരും അത് വിശ്വസിക്കത്തില്ല. അച്ഛനും നീലും ഗിരിയും ആരും. അതെന്താ രാജുവേട്ടാ? അതെ, നിങ്ങൾ ഇനി എന്ത് പറഞ്ഞാലും അത് സ്വാതിയോടുള്ള വിരോധം കൊണ്ട് തന്നെയാണെന്ന് അവർ വിചാരിക്കും. ഇനി എന്ത് ചെയ്യും രാജുവേട്ടാ? അവളുടെ വയറ്റി ഗർഭമില്ലെന്ന് തെളിയിച്ചല്ലേ പറ്റൂ. ഗർഭമില്ലെന്ന് തെളിയിക്കാൻ പറ്റിയില്ലെങ്കിലും ഗർഭമുണ്ടെങ്കിൽ അത് കളയാനൊരു വഴിയുണ്ട്. എന്ത് വഴി? ഞാന് ഒരു ബുക്കിൽ വായിച്ചതാ. ഏട്ടൻ വേഗം കാര്യം പറ. അവളുടെ ഗർഭം കളയാൻ വേറെ എന്താ വഴി? നല്ല നാടൻ പപ്പായ പഴുത്തതും പൈനാപ്പിളും ചേർത്തൊരു ജ്യൂസ് അടിച്ച് സ്വാദിക്കാൻ കൊടുത്താൽ മതി. അപ്പോ അവള് ഗർഭിണിയാണെങ്കിൽ അത് താനെ അങ്ങ് പോവും. ശിവനും അറിയത്തില്ല. ഈ കാര്യം ഞാൻ അമ്മയടുത്തും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അമ്മ അതെന്നോട് പറഞ്ഞില്ലല്ലോ. അതിന്റെ ആവശ്യം ഇതുവരെ വന്നിട്ടില്ലല്ലോ ഗൗരി, അതുകൊണ്ടായിരിക്കും പറയാത്തത്. എന്തായാലും ഇപ്പൊ അതിന്റെ ആവശ്യമുണ്ട് രാജുവേട്ടാ. ഒരു സംശയത്തിന്റെ ഇടം പോലും ബാക്കി വെക്കരുത്. കടുക് താളിക്കുന്നതില് അവള് നമ്മളെ പറ്റിച്ചു, പക്ഷേ ഇതിൽ അവള് തോൽക്കും. പപ്പായയും പൈനാപ്പിളും ചേർത്ത ജ്യൂസിൽ അവളെ ഞങ്ങള് തോൽപ്പിച്ചിരിക്കും. ആഹാ, കൊച്ചിനെ താരാട്ടുപാടി ഉറക്കാനുള്ള തൊട്ടിലും കൊണ്ടൊക്കെയാണല്ലോ വരവ്. ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ നീലേ? വെറുതെ പാഴ്വേല, അല്ലാതെ എന്താ? ഗൗരി, നിന്റെ ജന്മം എന്താടി ഇങ്ങനെ ആയിപ്പോയത്? ഞാൻ നിന്റെ ആരാ? അല്ല, നീ എന്റെ ആരാ? ഒരു സഹോദരി സഹോദരനോട് പറയാവുന്ന വാക്കുകളാണോ നീ എന്നോട് പറഞ്ഞത്? എന്റെ കുഞ്ഞിനെ കിടത്തി ഉറക്കാൻ ഒരു തൊട്ടില് വാങ്ങിയത് പാഴ്വേലയാണെന്ന് പറഞ്ഞ നിന്റെ തലയ്ക്കാ സൂക്കേട്. അതിനെ അവളൊരു കുഞ്ഞിനെ പ്രസവിച്ചാലല്ലേ ഈ തൊട്ടിലിന്റെയൊക്കെ ആവശ്യമുള്ളൂ. എന്റെ നീലെ അവള് പ്രസവിക്കാനേ പോകുന്നില്ല. അത് നീയാണോ തീരുമാനിക്കുന്നത്? എടി, സ്വാതി പ്രസവിക്കില്ല എന്ന് പറയുന്ന നീ ആദ്യം നിനക്കൊരു കുഞ്ഞുണ്ടാവാൻ പോയി പ്രാർത്ഥിക്ക. കഷ്ടം. എന്റെ നീലെ തൊട്ടില് കെട്ടി കാത്തിരിക്കത്തേ ഉള്ളൂ. അവള് പ്രസവിക്കുകയില്ല, കുഞ്ഞിനെ തൊട്ടിലിട്ട് താരാട്ടുപാടി ഉറക്കുകയില്ല. അതിന് ഈ ജന്മം നിനക്ക് ഭാഗ്യമില്ല നീലെ. അതിന് ഈ ഗൗരി അനുവദിക്കത്തില്ല. ആറ് മാസം വരെ കുഞ്ഞിന് മുലപ്പാല് മാത്രമേ കൊടുക്കാൻ പറ്റൂ. അത് കഴിഞ്ഞാൽ മാത്രമേ കുറുക്ക് കൊടുക്കാൻ പറ്റൂ.
അത് ശരി. അണ്ടിപ്പരിപ്പോ നിലക്കടലയോ പൊടിച്ച് കുറുക്കുന്ന ധാന്യത്തിനൊപ്പം ചേർക്കണം. ചെറുപയർ ഉണക്കി പൊടിച്ച് കുറുക്കിൽ ചേർത്ത് കുറേശ്ശെ കുഞ്ഞിന് കൊടുക്കാം. ഏട്ടാ, ഏ? ആ, താനോ? ദേ, താനിപ്പോ ഏതായാലും വന്നത് നന്നായി. ദേ, ഗൂഗിളിലെ കുട്ടികളെ നോക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. താൻ നോക്കിയേ. ഗർഭാവസ്ഥയിൽ അമ്മ കഴിക്കേണ്ട ആഹാരങ്ങൾ എന്തൊക്കെ, പ്രോട്ടീൻസ്, മിനറൽസ് ഒക്കെ, അതൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏട്ടാ, എനിക്കൊരു കാര്യം. അതൊക്കെ പറയാം. താൻ ഇവിടെ ഇരുന്നേ. ആ, ഇരിക്കടോ. അത് ഒന്നും പറയണ്ട, താൻ ഇവിടെ ഇരിക്കും. ഇത് നോക്കിയേ. പല എക്സ്പേർട്ടായ ഡോക്ടർമാരുടെയും വിശദമായ കുറിപ്പ് ഇതിലുണ്ട്. കുട്ടികളുടെ സ്വഭാവ രൂപീകരണം അമ്മയുടെ വയറ്റിൽ നിന്ന് തുടങ്ങുമെന്നാ ഡോക്ടർമാര് പറയുന്നത്. ഉദാഹരണത്തിന് അഭിമന്യു അമ്മയുടെ ഗർഭത്തിൽ കിടന്ന് യുദ്ധതന്ത്രങ്ങൾ പഠിച്ച കഥ വരെയുണ്ട്. സ്വാതി, ദേ, നമ്മുടെ മോനെ ആരാക്കണമെന്ന് തന്റെ ആഗ്രഹം. എന്താടോ താനൊന്നും മിണ്ടാത്തത്? പറയടോ. അല്ല, തനിക്ക് എന്തെങ്കിലും വല്ലായ്മയുണ്ടോ? ഹോസ്പിറ്റലിൽ പോണോ? ശ്രീദേവി ആന്റി തിരിച്ചു വരാറായി. വന്നാൽ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് ഒക്കെ നടത്തണം. ഏട്ടാ, ഏട്ടൻ എന്നോട് ക്ഷമിക്കണം. എനിക്ക് ഒരു ചെക്കപ്പിന്റെ ആവശ്യമില്ല. ആ, അത് താനാണോ തീരുമാനിക്കുന്നത്? എടോ, ഗർഭിണികൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ നിർദ്ദേശിക്കുന്നത് കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടർ തന്നെയല്ലേ? എനിക്ക് ഗർഭം ഉണ്ടെങ്കിലല്ലേ ഏട്ടാ? താൻ എന്താ ഇപ്പൊ പറഞ്ഞേ? സ്വാതി, താൻ ഇപ്പോഴും തമാശ പറഞ്ഞോണ്ടിരിക്കെ. ഇത് നമ്മുടെ കുഞ്ഞിന്റെ കാര്യമാ. അങ്ങനെ നിസ്സാരമായിട്ട് കാണരുത്. ഏട്ടാ, ഞാൻ പറഞ്ഞത് സത്യമാണ്. ഞാൻ ഗർഭിണിയല്ല. തനിക്ക് ഗർഭമില്ലെന്ന് ആരാ പറഞ്ഞത്? തൽക്കാലം ഇതൊന്നും ഏട്ടൻ ഇപ്പൊ നോക്കണ്ട. എത്ര ദിവസം കൊണ്ട് ഏട്ടനോട് പറയാൻ കഴിയാതെ ഞാൻ ഈ ഭാരം ഉള്ളിൽ ചുമക്കുന്നെന്നറിയോ? എനിക്കിത് സഹിക്കാൻ വയ്യ. ഒരു കള്ളത്തരത്തിന്റെ പിന്നാലെ എന്റെ ഏട്ടൻ ഒരു ഭ്രാന്തനെ പോലെ അലയുന്നത് കാണാൻ ഇനി എനിക്ക് വയ്യ. ഇപ്പോഴെങ്കിലും ഏട്ടനോട് സത്യം പറഞ്ഞില്ലെങ്കിൽ ഞാൻ മരിച്ചു പോവും. സ്വാതി, താൻ എന്ത് ഭ്രാന്തായി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലാവാൻ ഇനി ഒന്നുമില്ല. ഞാൻ ഗർഭിണിയല്ല, അത്ര തന്നെ. അറിയാതെ നന്ദിനിയുടെ വായിൽ നിന്ന് വീണുപോയ ഒരു അബദ്ധം, അത് മാത്രമായി ഗർഭം. അല്ലാതെ ഏട്ടൻ വിചാരിക്കുന്നത് പോലെ എന്റെ വയറ്റിലൊരു കുഞ്ഞില്ല. സ്വാതി, ഗൗരിയും വേദയും തൽക്കാലം വട്ടുകളിപ്പിക്കാനായി നന്ദിനി കാണിച്ച ഒരു തമാശ. അതിന്റെ പുറത്താ ഏട്ടൻ ഈ സ്വപ്നങ്ങളെല്ലാം കണ്ടത്. ഏട്ടാ, ഇല്ലാത്ത കുഞ്ഞിനെ സ്വപ്നം കണ്ട് നടക്കുന്ന ഒരു വിഡ്ഢിയാവാൻ ഇനി എന്റെ ഏട്ടനെ ഞാൻ വിടില്ല. ഞാൻ ഗർഭിണിയല്ല, ഇത് സത്യമാണ്. ഏട്ടാ,
എങ്കിലും ഒന്ന് പറയേട്ടാ. ഏട്ടാ, തൊട്ടുപോലെ തന്നെ. നീ ഒരു സ്ത്രീയാണോടി? നിനക്ക് എങ്ങനെ തോന്നിയടി എന്നെ പോലൊരു പാവത്തിനെ പറഞ്ഞു പറ്റിക്കാൻ? ഒരു വിഡ്ഢിയെ പോലെ കുഞ്ഞിന് വേണ്ടിയുള്ള സ്വപ്നങ്ങൾ കണ്ട് ഓരോന്നും പറയുമ്പോഴും ചെയ്യുമ്പോഴും നീ ഉള്ളിൽ ചിരിക്കുകയായിരുന്നു അല്ലേ? അങ്ങനെ പറയല്ലേ ഏട്ടാ. എത്ര വട്ടം ഞാനിത് പറയാൻ ശ്രമിച്ചു എന്നറിയോ, പക്ഷെ എനിക്കതിന് ധൈര്യം കിട്ടിയില്ല. ഇപ്പഴീ ധൈര്യം നിനക്ക് എവിടെ നിന്ന് വന്നു? പറയടി, പറയാൻ. ഞാനൊരു ഭ്രാന്തൻ സ്വപ്നം കണ്ടുപോയി. പുഞ്ചിരിക്കുന്ന ഒരു കുഞ്ഞിന്റെ മുഖവും കളിയും കുഞ്ഞിരി പല്ലുകളും കൈകാലുകളും എല്ലാം ഞാൻ എന്റെ മനസ്സിലൊരു ചിത്രം വരച്ച് ഓർപ്പിച്ചു. ഇനി അത് മാറ്റാൻ എനിക്ക് പറ്റില്ല. എനിക്ക് എന്റെ കുഞ്ഞിനെ കിട്ടിയേ തീരൂ. ഏട്ടൻ എന്ത് ഭ്രാന്തായി പറയുന്നേ? അതെ, ഭ്രാന്ത് തന്നെയാ. കുഞ്ഞെന്ന ഭ്രാന്ത് എന്റെ മനസ്സിൽ കയറ്റി വിട്ടത് നീയാ. അതില്ലാതെ നിന്നെ മാത്രമായിട്ട് എനിക്കിനി വേണ്ട സ്വാതി. ഏട്ടാ, അതെ, എനിക്കിനി നിന്നെ വേണ്ട. ഒരു കള്ളക്കഥ കൊണ്ട് എന്നെ വിഡ്ഢിയാക്കി കുരങ്ങ് കളിപ്പിച്ച് രസിച്ച നീ ഇനി എന്റെ ജീവിതത്തിൽ വേണ്ട. ഇറങ്ങടി ഈ വീട്ടിൽ നിന്ന്. ഈ നിമിഷം നീ വീട്ടിൽ നിന്ന് ഇറങ്ങി പോണം. ഏട്ടാ, ഞാനൊന്ന് നീ പറയട്ടെ. ഒന്നും പറയണ്ട. ഏട്ടാ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എനിക്കൊരു അബദ്ധം പറ്റിയതാ. വേണ്ട, ഇനി എനിക്ക് നിന്നെ കാണണ്ട. പൊയ്ക്കോ, ഇറങ്ങി പോവാൻ. ഏട്ടാ, ഇറങ്ങി പോടി. ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ കഴിയാത്ത നിന്നെ എനിക്കിനി വേണ്ട. ഇറങ്ങി പോടി. ഏട്ടാ, ഞാനൊന്ന് പറയട്ടെ. ഇനി നീ ഒന്നും പറയണ്ട. ഇറങ്ങി പോവാൻ. പോടി ഇവിടെ. ഏട്ടാ, ഇങ്ങോട്ട് വരാൻ. ഇങ്ങോട്ട് ഇറങ്ങാൻ. ഇങ്ങോട്ട് ഇറങ്ങാനാ പറഞ്ഞത്. എന്റെ കയ്യിന്ന് വീട്. എടി, ഇറങ്ങി വരാൻ പറഞ്ഞില്ലേ? ഏട്ടാ, ഞാനൊന്ന് പറയട്ടെ. ഏട്ടാ, ഏട്ടാ, എടി, ഞാൻ പറയുന്നത് എനിക്കിനി നീ കേൾക്ക്. പറയുന്ന ഒന്നും കേൾക്കണ്ട. Please. ഇത്രയും കാലം നീ ഞങ്ങളൊക്കെ വിഡ്ഢിവേഷം കെട്ടിച്ച് പറ്റിക്കായിരുന്നു. ഒരു ഏട്ടാ. കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള ഞങ്ങളുടെ പ്രാർത്ഥനയാണ് നീ വിഡ്ഢിവേഷം കെട്ടിച്ച് പറ്റിച്ചത്. ഇറങ്ങി പോടി. ഏട്ടാ, ഏട്ടാ, ഇറങ്ങി വരാൻ. വേണ്ട, പ്ലീസ് ഏട്ടാ, ഞാൻ പറയട്ടെ. ഇനിയൊക്കെ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. നമുക്ക് പിരിയാം. പടി. നീലേ, വീട്ടിൽ പോരുത്. ഇറങ്ങിക്കോളെ ഇപ്പൊ. നീ എന്തായി കാണിക്കുന്നേ? ഗർഭിണിയായ പെണ്ണിങ്ങനെ പീഡിപ്പിക്കാൻ മാത്രം ഇവിടെ എന്താ ഉണ്ടായേ? എന്തുവാ? എടാ നീലേ, നിർത്തടാ. ആ, പെണ്ണിനെ കയ്യേടം ചെയ്യുന്നതേ ആണത്തമല്ല. എടാ വിടാനല്ലേ പറഞ്ഞത്? ഇനി എടുത്തി ഒന്നും ചെയ്യരുത്. എടാ അതിന് മാത്രം എന്ത് തെറ്റാണ് ഈ എടുത്തി നിന്നോട് ചെയ്തത്? ഒരു കുഞ്ഞിനെയും വയറ്റിലിട്ട് നടക്കുന്ന സ്വന്തം ഭാര്യയോട് നീ അല്ലാതെ വേറെ ആരെങ്കിലും ഇങ്ങനെ ചെയ്യോടാ? അതെ, ഞാനല്ലാതെ ആരും ഇങ്ങനെ ഒരു വിഡ്ഢിവേഷം ജീവിതത്തിൽ ഇതുവരെ കെട്ടിക്കാണില്ല. നിങ്ങൾ എന്താ പറഞ്ഞത്? ഗർഭിണിയായ ഇവളോട് ഞാൻ കാണിച്ചത് ക്രൂരതയാണെന്നല്ലേ? അപ്പൊ ഗർഭിണിയാണെന്ന് കള്ളം പറഞ്ഞ് ഇത്രയും നാൾ ഞാൻ അടക്കം ഈ കുടുംബത്തിലുള്ള എല്ലാരെയും ഇവള് പറ്റിച്ചത് ക്രൂരതയല്ലേ? നീലേ, നീ ഇതെന്തായി പറയുന്നേ? യാ, നീ അനാവശ്യം പറയരുത്. എന്റെ എടുത്തി ഗർഭിണി തന്നെയാ. ഇനി ഇവള് ഗർഭിണിയാണോ അല്ലയോന്ന് നീ നിന്റെ ഭാര്യയോട് ചോദിച്ചു നോക്ക്. അവിടെ പറയും സത്യം എന്താണെന്ന്. ഈ നാടകത്തിലെ പ്രധാന വേഷക്കാരിയാ നിന്റെ ഈ നിൽക്കുന്ന ഭാര്യ. അച്ഛാ, ഇവള് ഗർഭിണിയല്ല. എടാ ഗിരി, ഈ വീട്ടിലെ ആദ്യത്തെ കുഞ്ഞ് ഇവളുടെ വയറ്റിലാണെന്ന് അറിഞ്ഞപ്പോ നമ്മൾ ഒരുപാട് സന്തോഷിച്ചു. നീ ഇവൾക്ക് പച്ചമാങ്ങ വാങ്ങിക്കൊടുത്തു. എന്തിനു വേണ്ടി? നിന്റെ ഏട്ടത്തേക്ക് സന്തോഷമാവാൻ. ഗർഭിണിയായ ഭാര്യയ്ക്ക് ഞാൻ മസാല ദോശ വരെ വാങ്ങിക്കൊടുത്തു. അച്ഛൻ ക്ഷേത്രത്തിൽ വഴിപാടുകളും പൂജകളും നടത്തി. എന്തിനായിരുന്നു അത്? എന്നിട്ടിപ്പോ ഇവള് പറയുന്നു ഇവള് ഗർഭിണിയല്ലെന്ന്. ഇനി നിങ്ങൾ പറ, ഇവളെ ഞാൻ എന്ത് ചെയ്യണം? കൊല്ലണം ഇവളെ. ഇവളെ മാത്രമല്ല
ഈ കള്ളഗർഭത്തിന് കൂട്ടുനിന്ന ദേ ഇവളെയും ഇവിടുന്ന് പടി അടച്ച് പിണ്ടം വെക്കണം. എന്തൊക്കെയായിരുന്നു ഇവളുമാര് നടത്തിയ നാടകം? ഈ സംശയം ഞങ്ങൾക്ക് നേരത്തെ തോന്നിയതാ. മഹേഷേട്ടാ, ഞാൻ അന്നേ ഈ സംശയം പറഞ്ഞപ്പോ മഹേശ്വരൻ എന്നോട് എന്താ പറഞ്ഞേ? പോയി പണി നോക്കാൻ. എന്നിട്ടിപ്പോ എന്തായി? സ്വാതി, എന്റെ മക്കളെക്കാൾ വിശ്വാസമായിരുന്നു എനിക്ക് നിന്നെ. നീ പറയുന്ന ഒരു വാക്ക് പോലും ഞാൻ അവിശ്വസിച്ചിട്ടില്ല. ദൈവത്തിന് തുല്യമായിട്ടാ ഏടത്തി ഞാൻ മനസ്സിൽ കൊണ്ടു നടന്നത്. എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ ചതിക്കാൻ ഏടത്തിക്ക് എങ്ങനെ മനസ്സ് വന്നു? അച്ഛാ, ഗിരി, എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ഗിരിയേട്ടാ, എനിക്ക് പറ്റിയൊരു തെറ്റായിരുന്നു അത്. ഞാൻ നിർബന്ധിച്ചിട്ടാ ഏട്ടത്തി കള്ളത്തിന് കൂട്ടുനിന്നത്.